എജ്യൂസോൺ വീഡിയോ ക്ലാസ്സിലേക്ക് പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് അല്ലേ. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് ക്ലാസ്സുകൾ പഠിച്ചു കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കുന്നു ഒരു ലൈനിന് പാരലായിട്ട് മറ്റൊരു ലൈൻ എങ്ങനെ വരയ്ക്കാം, ഒരു വരക്ക് സമാന്തരമായി മറ്റൊരു വര എങ്ങനെ വരയ്ക്കാം. പിന്നീട് പഠിച്ചു ഒരു ത്രികോണത്തിൻ്റെ അതേ പരപ്പളവുള്ള മറ്റൊരു ത്രികോണം എങ്ങനെ വരയ്ക്കാം, ഒരു ട്രയാങ്കിളിൻ്റെ അതേ ഏരിയയുള്ള മറ്റൊരു ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാം. പിന്നീട് പഠിച്ചു ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ അതേ ഏരിയയുള്ള ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാം, ഒരു ചതുർഭുജത്തിൻ്റെ അതേ പരപ്പളവുള്ള ത്രികോണം എങ്ങനെ വരയ്ക്കാം. പിന്നീട് പഠിച്ചു ഒരു പഞ്ചഭുജത്തിൻ്റെ അതേ പരപ്പളവുള്ള ത്രികോണം എങ്ങനെ വരയ്ക്കാം, ഒരു പെൻറ്റഗണിൻ്റെ അതേ ഏരിയ ഉള്ള ട്രയാങ്കിൾ എങ്ങനെ വരയ്ക്കാം. പിന്നീട് അവസാനം നമ്മൾ പഠിച്ച ഭാഗമായിരുന്നു ട്രയാങ്കിൾ ഡിവിഷൻ അല്ലെങ്കിൽ ത്രികോണ ഭാഗം. ഒരു ത്രികോണത്തിൻ്റെ ഒരു മൂലയിൽ നിന്നും എതിർഭാഗത്തേക്ക് ഒരു വര വരച്ചാൽ ആ വര എതിർഭാഗത്തെ ഏത് അംശബന്ധത്തിലാണോ മുറിക്കുന്നത് അതേ അംശബന്ധത്തിൽ തന്നെയാണ് അവയുടെ പരപ്പളവിനെയും മുറിക്കുന്നത് എന്ന് പഠിച്ചു ഇല്ലേ. ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈൻ വരച്ചാൽ ആ ലൈന് ഓപ്പോസിറ്റ് സൈഡിനെ ഏത് റേഷ്യോയിലാണോ കട്ട് ചെയ്യുന്നത് അതേ റേഷ്യോയിൽ തന്നെയാണ് അതിൻ്റെ ഏരിയയും കട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു ബേസിക് ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിനുശേഷം കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനുണ്ട്. ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ചിത്രത്തിൽ താഴെയും മുകളിലും വിലങ്ങനെയുള്ള വരകൾ സമാന്തരമാണ്. ചുവപ്പും പച്ചയും ത്രികോണങ്ങൾക്ക് ഒരേ പരപ്പളവാണെന്ന് തെളിയിക്കുക. ഇൻ ദ പിക്ചർ ദി ഹൊറിസോണ്ടൽ ലൈൻസ് അറ്റ് ദി ടോപ്പ് ആൻഡ് ബോട്ടം ആർ പാരലൽ. പ്രൂവ് ദാറ്റ് റെഡ് ആൻഡ് ഗ്രീൻ ട്രയാങ്കിൾസ് ആർ ഓഫ് ദി സെയിം ഏരിയ. ബോർഡിലേക്ക് നോക്കുക. ഞാൻ ഫിഗർ വരച്ചിട്ടുണ്ട്. ബേസ് ഉണ്ട്, പാദമുണ്ട്. ഈ ലൈനിന് പാരലാണ് ഈ നീല വര. ഈ ബ്ലൂ ലൈൻ എന്ന് പറഞ്ഞാൽ ബേസായ ബ്ലാക്ക് ലൈനിന് പാരലാണ്. ഇവിടെ രണ്ട് ട്രയാങ്കിൾസ് ഉണ്ട്, റെഡ് ട്രയാങ്കിൾ ഉണ്ട്, ഗ്രീൻ ട്രയാങ്കിൾ ഉണ്ട്. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ഏരിയ ഓഫ് ദീസ് ടു ട്രയാങ്കിൾസ് ആർ സെയിം. ഈ രണ്ട് ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ തുല്യമാണ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത് അല്ലേ. കാണുമ്പോൾ തന്നെ കുറെ ആൾക്കാർക്ക് ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. എന്തായിരുന്നാലും നമുക്ക് എന്താണ് കാര്യമെന്ന് നോക്കാം. പേര് കൊടുക്കാണ് എ ബി സി ഡി. ആ രണ്ട് ട്രയാങ്കിളും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ്, കൂട്ടിമുട്ടുന്ന പോയിന്റ് നമുക്ക് വേറെ എന്തൊരു പേര് കൊടുക്കാം, ഒരു ക്യൂ കൊടുക്കാം. ഇപ്പൊ നമുക്കിവിടെ തീർച്ചയായിട്ടും ചുവപ്പ് ട്രയാങ്കിളിന്റെ പേര് ട്രയാങ്കിൾ എ ക്യു സി എന്നും പച്ച ട്രയാങ്കിളിന്റെ പേര് ട്രയാങ്കിൾ ബി ക്യു ഡി എന്നും വിളിക്കാം അല്ലെ. ട്രയാങ്കിൾ എ ക്യു സി, ത്രികോണം എ ക്യു സിയും ത്രികോണം ബി ക്യു ഡിയും. നമുക്ക് എന്താ തെളിയിക്കണ്ടേ? ചുവപ്പ് ത്രികോണമായ ത്രികോണം എ ക്യു സിയുടെ പരപ്പളവും പച്ച ത്രികോണമായ ത്രികോണം ബി ക്യു ഡിയുടെ പരപ്പളവും തുല്യമാണ് എന്നാണ് തെളിയിക്കേണ്ടത്. ട്രയാങ്കിൾ എ ക്യു സിയുടെ ഏരിയയും ട്രയാങ്കിൾ ബി ക്യു ഡിയുടെ ഏരിയയും സെയിം ആണ് എന്നാണ് തെളിയിക്കേണ്ടത് അല്ലേ. ഇനി പറയുന്ന പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കുക. അവിടെ ട്രയാങ്കിൾ എ ബി സി കാണുന്നുണ്ടോ? ശരിക്കൊന്ന് ഫിഗറിലേക്ക് നോക്കുക. ട്രയാങ്കിൾ എ ബി സി കാണുന്നുണ്ടോ? അതുപോലെ തന്നെ ട്രയാങ്കിൾ എ ബി ഡി കാണുന്നുണ്ടോ? ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ബി ഡിയും തുല്യ പരപ്പളവുള്ള ത്രികോണങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടില്ലേ. കാരണം ത്രികോണം എ ബി സിയുടെയും ത്രികോണം എ ബി ഡിയുടെയും ബേസ് ആര് തന്നെയാണ്? എ ബി ആണ്. രണ്ടും സമാന്തര വരകൾക്കിടയിൽ കിടക്കുന്ന രണ്ട് ത്രികോണങ്ങളല്ലേ, പാരലൽ ലൈൻസിന്റെ ഇടയിൽ കിടക്കുന്ന രണ്ട് ട്രയാങ്കിൾസ് അല്ലേ. രണ്ടിന്റെയും ഹൈറ്റ്, ഉയരങ്ങൾ തുല്യമാണ് അല്ലേ. എന്ന് പറഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഏരിയ സെയിം ആണ്, രണ്ട് ത്രികോണത്തിന്റെയും പരപ്പളവുകൾ തുല്യമാണ് അല്ലേ. നോക്കാം. എ ബി സി കണ്ടില്ലേ. ദെൻ എ ബി ഡി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ എ ബി ഡിയും എന്താണ്? തുല്യ പരപ്പളവുള്ള ത്രികോണങ്ങളാണ്. ഞാൻ ഒന്ന് നോട്ട് ചെയ്യാൻ പോകണേ, ശരിക്കും ശ്രദ്ധിക്കണേ. ട്രയാങ്കിൾ എ ബി സിയുടെ പരപ്പളവും ഏരിയയും ട്രയാങ്കിൾ എ ബി ഡിയുടെ പരപ്പളവും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. ട്രയാങ്കിൾ എ ബി സിയുടെ ഏരിയയും ട്രയാങ്കിൾ എ ബി ഡിയുടെ ഏരിയയും ഈക്വൽ ആണ് അല്ലേ. ശരിക്കും ശ്രദ്ധിക്കുക. ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിൾ എ ബി സി എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ എ ബി ക്യൂവും ട്രയാങ്കിൾ എ ക്യു സിയും തമ്മിൽ കൂട്ടിയതല്ലേ. ത്രികോണം എ ബി ക്യൂവും ത്രികോണം എ ക്യു സിയും കൂട്ടിയാൽ
ആഡ് ചെയ്താൽ ഒരുമിച്ച് ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ട്രയാങ്കിൾ അല്ലേ ട്രയാങ്കിൾ ABC. അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ ABCനെ എങ്ങനെ എഴുതാം? ട്രയാങ്കിൾ ABQ പ്ലസ് ട്രയാങ്കിൾ AQC എന്ന് എഴുതാൻ പറ്റൂലേ? നോക്കാം. ട്രയാങ്കിൾ ABCനെ മാറ്റാണ് ട്രയാങ്കിൾ ABQ പ്ലസ് ട്രയാങ്കിൾ AQC ഈക്വൽ ടു. അതുപോലെ തന്നെ ട്രയാങ്കിൾ ABD നമുക്ക് മാറ്റാൻ പറ്റുമോ? ട്രയാങ്കിൾ ABD നോക്കുക. ട്രയാങ്കിൾ ABD കണ്ടില്ല? ABD. ഈ ABD എന്ന് പറഞ്ഞാലും എന്തെന്നാണ്? ട്രയാങ്കിൾ ABQവും ട്രയാങ്കിൾ BQDയും കൂടി ചേർന്നതല്ലേ? അപ്പം നമുക്ക് ട്രയാങ്കിൾ ABDനെ എങ്ങനെ എഴുതാം? ട്രയാങ്കിൾ ABQ പ്ലസ് ട്രയാങ്കിൾ BQD എന്ന് എഴുതാം. നോക്കാം. ട്രയാങ്കിൾ ABQ പ്ലസ് ട്രയാങ്കിൾ BQD. ഇക്വേഷൻ ഈക്വൽ ടു. ഇക്വേഷൻ്റെ ഇടതുഭാഗത്തും ട്രയാങ്കിൾ ABQ ഉണ്ട്, വലതുഭാഗത്തും ട്രയാങ്കിൾ ABQ ഉണ്ട് ഇല്ലേ? രണ്ട് ABQയും ക്യാൻസൽ ചെയ്യാൻ പറ്റൂലേ? കട്ട് ചെയ്യാൻ പറ്റൂലേ? കട്ട് ചെയ്തു. ഇനി ബാക്കി ആരൊക്കെയുണ്ട്? ട്രയാങ്കിൾ AQC ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ BQD. ട്രയാങ്കിൾ AQC എന്ന് പറഞ്ഞാൽ ആരാ? ചുവപ്പ് ട്രയാങ്കിൾ, റെഡ് ട്രയാങ്കിൾ. ട്രയാങ്കിൾ BQD എന്ന് പറഞ്ഞാൽ ആരാ? പച്ച ട്രയാങ്കിൾ, ഗ്രീൻ ട്രയാങ്കിൾ. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഏരിയയും എന്താണ്? സെയിം ആണ്. ത്രികോണം AQCയുടെ പരപ്പളവും ത്രികോണം BQDയുടെ പരപ്പളവും എന്താണ്? തുല്യമാണ്. ഇതല്ലേ നമ്മളോട് ചോദിച്ചത്? ത്രികോണം AQC ആയ ചുവപ്പ് ട്രയാങ്കിളിൻ്റെ പരപ്പളവും ത്രികോണം BQD ആയ പച്ച ട്രയാങ്കിളിൻ്റെ പരപ്പളവും സെയിം അല്ലേ? റെഡ് ട്രയാങ്കിളായ ട്രയാങ്കിൾ AQCയുടെ ഏരിയ ഈസ് ഈക്വൽ ടു ഗ്രീൻ ട്രയാങ്കിളായ ട്രയാങ്കിൾ BQDയുടെ ഏരിയ. ഹെൻസ് പ്രൂവ്ഡ്. തെളിയിച്ചില്ലേ? അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഇനിയുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. ഒരു ലൈന് പാരലാണ് മറ്റൊരു ലൈന്. അപ്പോൾ ഇവിടെയും ഫോം ചെയ്യുന്ന രണ്ട് ത്രികോണങ്ങളുടെ പരപ്പളവുകൾ, രണ്ട് ട്രയാങ്കിൾസിൻ്റെ ഏരിയകൾ സെയിം ആണ് എന്ന് എപ്പോഴും നമ്മളെ മനസ്സിലുണ്ടായിരിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. In the figure, the diagonals of a trapezium split it into 4 triangles. What is the area of the whole trapezium? ചിത്രത്തിൽ ഒരു ലംബകത്തിന്റെ വികർണങ്ങൾ അതിനെ 4 ത്രികോണങ്ങളായി ഭാഗിക്കുന്നു. ലംബകത്തിന്റെ മൊത്തം പരപ്പളവ് കാണുക. ലംബകം ട്രപ്പീസിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഗറിലേക്ക് നോക്കുക. എന്താണ് ട്രപ്പീസിയം അല്ലെങ്കിൽ ലംബകം? ലംബകത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എതിർഭാഗങ്ങൾ സമാന്തരമായിരിക്കും, ഓപ്പോസിറ്റ് സൈഡ്സ് പാരലായിരിക്കും. എന്നാൽ ബാക്കിയുള്ള രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കൂല? സമാന്തരമായിരിക്കൂല, പാരലായിരിക്കൂല. അത്തരം ക്വാഡ്രിലേറ്ററിനെ അല്ലെങ്കിൽ അത്തരം ചതുർഭുജത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലംബകം അല്ലെങ്കിൽ ട്രപ്പീസിയം. അപ്പം നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ഭാഗവും എന്താണ്? സമാന്തരമാണ്, പാരലലാണ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഏരിയ ഓഫ് ദിസ് പാർട്ട് ഈസ് 20 സെന്റിമീറ്റർ സ്ക്വയർ ആൻഡ് ഏരിയ ഓഫ് ദിസ് പാർട്ട് ഈസ് 10 സെന്റിമീറ്റർ സ്ക്വയർ. ഈ ത്രികോണ ഭാഗത്തിന്റെ പരപ്പളവ് 20 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്നും ഈ ത്രികോണ ഭാഗത്തിന്റെ പരപ്പളവ് 10 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്നും തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് ഈ ലംബകത്തിന്റെ മൊത്തം പരപ്പളവാണ്, ഈ ട്രപ്പീസിയത്തിന്റെ ടോട്ടൽ ഏരിയ ആണ്. എന്ന് പറഞ്ഞാൽ ഈ പച്ച ത്രികോണത്തിന്റെ പരപ്പളവ് ഏരി നമുക്ക് കണ്ടെത്തണം, നീല ത്രികോണത്തിന്റെ പരപ്പളവ് ഏരി നമുക്ക് കണ്ടെത്തണം. കിട്ടിക്കഴിഞ്ഞാൽ ആ 4 അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. ട്രപ്പീസിയത്തിന്റെ ഏരിയ ആയി, ലംബകത്തിന്റെ പരപ്പളവായി. ഇല്ല, എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു ഇത് രണ്ടും പാരലലാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയയും ഈ ട്രയാങ്കിളിന്റെ ഏരിയയും എന്തായിരിക്കും? സെയിം ആയിരിക്കും എന്ന് പഠിച്ചില്ലേ? ആ രണ്ട് ത്രികോണത്തിന്റെയും പരപ്പളവുകൾ തുല്യമായിരിക്കും എന്ന് പഠിച്ചു. അപ്പോൾ നമുക്ക് ഒറ്റടിക്ക് എഴുതാം. ദിസ് ഈസ് ഗിവൺ ആസ് 10 സെന്റിമീറ്റർ സ്ക്വയർ, സോ ഇറ്റ് വിൽ ബി 10 സെന്റിമീറ്റർ സ്ക്വയർ. ഇതും എന്ത് തന്നെയായിരിക്കും? 10 സെന്റിമീറ്റർ സ്ക്വയർ തന്നെയായിരിക്കും.
ഇല്ലേ? പിന്നെന്താണ്? ഇത് 20 10 ഈ റേഷ്യോ നമുക്ക് കിട്ടൂലേ? 10:20 10:20 ചെറുതാക്കാൻ പറ്റൂലേ? 10:20 എങ്ങനെ ചെറുതാക്കാം? അവസാനം രണ്ടും 0 അല്ലേ? 1:2 ആയില്ലേ? 1:2. ഈ പരപ്പളവും തമ്മിലുള്ള റേഷ്യോ 1:2 അതന്നല്ലേ ഇവിടെ വരുള്ളൂ. അപ്പോൾ എന്തായി? 1:2 1:2 1:2. ട്രയാങ്കിൾ ഡിവിഷൻ, ത്രികോണഭാഗം എന്ന ടോപ്പിക്. അപ്പൊ എന്തായി? ഈ ത്രികോണം നോക്കാം. ഈ ത്രികോണത്തിന്റെ പാദം ബേസ് 1 ആയി. ഈ ത്രികോണത്തിന്റെ പാദം ബേസ് 2 ആയി. ഈ ത്രികോണത്തിന്റെ പരപ്പളവ് ഏരിയ 10 cm² നമുക്ക് കിട്ടി. ഇതും കൂടിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 4ഉം കിട്ടി. 4ഉം കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ശരിയല്ലേ? നോക്കാം. ഈ ഭാഗം നമുക്കറിയോ? അറിയില്ല. അറിയാത്തതുകൊണ്ട് നമ്മൾ എന്ത് കൊടുത്തു? ഏരിയ എ, പരപ്പളവ് എന്നുള്ള എ എന്ന് കൊടുത്തു. നമ്മൾ പഠിച്ചു ഇതും തമ്മിലുള്ള അംശബന്ധം തന്നെയാണ് 1:2 അല്ലേ? ഈ ഏരിയയും തമ്മിലുള്ള റേഷ്യോ തന്നെയാണ് 1:2. ചെയ്തു നോക്കല്ലേ? A:10 A:10 ഈസ് ഈക്വൽ ടു, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, 1:2. നേരെ എന്താ പഠിച്ചേ? ആരമാർക്ക് ഓർമ്മയില്ലേ? അടുത്ത കഴിഞ്ഞു. A:2 10 × 1. ഇവിടെ എ മാത്രം ഇവിടെ ഇരി. 10 × 1 10 ഇല്ലേ? ഗുണിക്കണം 2 ഇക്വേഷന്റെ വലതു ഭാഗത്തേക്ക് മാറിക്കഴിഞ്ഞാൽ ഹരിക്കണം 10 ഹരിക്കണം 2 ആയി. മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 2 ഇക്വേഷന്റെ ഒരു സൈഡിൽ നിന്നും മറ്റൊരു സൈഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഡിവിഷൻ ഓഫ് 2. 10/2 എത്ര? 5 cm² എന്ന് പറഞ്ഞത് എത്ര കിട്ടി? 5 cm² ആയി. കഴിഞ്ഞു. എന്താ കാണണ്ടേ? ട്രപ്പീസിയത്തിൻ്റെ ഏരിയ കാണണ്ടേ? അപ്പം നിങ്ങൾ എഴുതുക ഏരിയ ഓഫ് ട്രപ്പീസിയം ഈസ് ഈക്വൽ ടു, മലയാളത്തിലാണെങ്കിൽ ലംബകത്തിൻ്റെ പരപ്പളവ് സമം 4 അങ്ങോട്ട് കൂട്ടിയാൽ പോരെ. ഏതൊക്കെ കൂട്ടണം? 20 കൂട്ടണം, 10 കൂട്ടണം, ഇനി ഈ 5 കൂട്ടണം, ഇനി ആരുള്ള ഈ 10ഉം കൂട്ടണം. 20 + 10 30 30 + 5 35 35 + 10 45 45 cm². എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദിസ് ട്രപ്പീസിയം ഈസ് 45 cm². ഈ തന്നിരിക്കുന്ന ലംബകത്തിൻ്റെ പരപ്പളവ് സമം 45 cm². ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ചെറിയൊരു മാറ്റം. ശരിക്കും ശ്രദ്ധിക്കണേ. ദ പിക്ചർ ബിലോ ഷോസ് എ ട്രപ്പീസിയം ഡിവൈഡഡ് ഇൻടു 4 പാർട്സ് ബൈ ദി ഡയഗണൽസ്. റൈറ്റ് ദി ടോട്ടൽ ഏരിയ ഓഫ് ദി ട്രപ്പീസിയം. യു ഹാവ് ടു ഫൈൻഡ് ടോട്ടൽ ഏരിയ ഓഫ് ദി ട്രപ്പീസിയം. എന്താ പറഞ്ഞ്? ചിത്രത്തിൽ ഒരു ലംബകത്തിന്റെ വികരണങ്ങൾ അതിനെ 4 ത്രികോണങ്ങളായി ഭാഗിക്കുന്നു. ലംബകത്തിന്റെ മൊത്തം പരപ്പളവ് എത്ര? ഇവിടെയും അവർ തന്നിരിക്കുന്ന സാധനം ലംബകമാണ്, ട്രപ്പീസിയമാണ്. ദാറ്റ് ഈസ് ഈ ലൈനും സമാന്തരമാണ്, പാരലലാണ്. ഈ 2 ലൈനും സമാന്തരമല്ല, പാരലൽ അല്ല. പോരാ, നമുക്കവർ തന്നിരിക്കുന്നത് 2 ട്രയാങ്കിളിന്റെ മാത്രം ഏരിയ ആണ്, 2 ത്രികോണങ്ങളുടെ മാത്രം പരപ്പളവ് തന്നിട്ടുള്ളൂ. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് 3 ത്രികോണങ്ങളുടെ തന്നിരുന്നു ഇല്ലേ? 3 ട്രയാങ്കിൾസിന്റെ ഏരിയ തന്നിരുന്നു, 1 മാത്രം ബാക്കിയുള്ളതായിരുന്നു. അത് നമ്മൾ കണ്ടെത്തി, 4ഉം കൂട്ടിയപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. പക്ഷെ ഇവിടെ നമ്മുടെ പണി എന്താ? 2 തന്നിട്ടുള്ളൂ. നമുക്ക് ടോട്ടൽ കാണണമെങ്കിൽ ആകെ 4 ട്രയാങ്കിൾസ് ഇല്ലേ? 4 ത്രികോണങ്ങളില്ലേ? 2 കിട്ടി, ബാക്കി 2 കാണല ആരെ പണിയാ? നമ്മളെ പണിയാണ്. അപ്പൊ നമ്മൾ ഇതും കാണണം, ഇതും കാണണം, കണ്ടെത്താം. അത് രണ്ടും കണ്ടപ്പോൾ തന്നെ കുറേ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ചെറിയൊരു പ്രത്യേകത അല്ലേ? നമ്മൾ കുറച്ച് മുന്നേ തെളിയിച്ചു, ഈ വരയും സമാന്തരമായതുകൊണ്ട് ഈ 2 ത്രികോണങ്ങളുടെയും പരപ്പളവുകൾ തുല്യമാണെന്ന് തെളിയിച്ചു ഇല്ലേ? ഈ ലൈനും പാരലായതുകൊണ്ട് ഈ ട്രയാങ്കിളിന്റെ ഏരിയയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ 1 കിട്ടിയാൽ അത് തന്നെയാണ് മറ്റേത് അല്ലേ? നോക്കാം. അപ്പം നമ്മൾ ഇതറിയില്ല, ഒരു എ കൊടുത്തു. ഇത് എ ആണെങ്കിൽ വലതുഭാഗത്തുള്ള ത്രികോണത്തിൻ്റെ ഏരിയയും പരപ്പളവും എന്ത് തന്നെ?
എ ആണല്ലേ. എന്താ മനസ്സിലാക്കേണ്ടത്? ഈ രണ്ട് റേഷ്യോയും എന്താ ഈക്വൽ അല്ലേ? കാരണം ഈ രണ്ട് ത്രികോണത്തിൻ്റെയും ബേസാണ് ഇതും. തിരിച്ച് മേലേക്ക് ഈ രണ്ട് ത്രികോണത്തിൻ്റെയും ബേസാണ് ഇത് രണ്ടും, പാദമാണ് അത് രണ്ടും. എന്ന് പറഞ്ഞാൽ ഇവ തമ്മിലുള്ള റേഷ്യോ എന്താണോ അത് തന്നെയാണ് ഇവ രണ്ടും തമ്മിലുള്ള റേഷ്യോ ഇല്ലേ? എന്ന് പറഞ്ഞാൽ A:4 is equal to 9:A. A:4 is equal to 9:A. A:4 is equal to 9:A. കുറേ ആൾക്കാർ എന്ത് ചെയ്യും, ഒരു യൂണിഫോമിറ്റി വേണമെന്ന് പറഞ്ഞിട്ട് ഇത് A:4 അല്ലേ, അതേമാതിരിക്ക് മറ്റേ തിരിച്ചും കൊണ്ട് കൊടുക്കും, A:9 എന്ന് കൊടുക്കും. തെറ്റാണ്, മനസ്സിലാക്കുക. A:B എന്ന് പറഞ്ഞാലും B:A എന്ന് പറഞ്ഞാലും ഒരിക്കലും സെയിം അല്ല. 1:2 എന്ന് പറഞ്ഞാലും 2:1 എന്ന് പറഞ്ഞാലും ഒരിക്കലും സെയിം അല്ല. അപ്പം നമുക്ക് തോന്നിയ പോലെ കൊടുക്കാൻ പറ്റൂല. A:4 ആണെങ്കിൽ മറ്റേത് 9:A ആണ്, തിരിച്ച് ഇടരുത് എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. ഇനി പറയണ്ടല്ലോ, ആദ്യത്തും അവസാനത്തും തമ്മിൽ ഗുണിക്കുക A:A, രണ്ടാമത്തും മൂന്നാമത്തും തമ്മിൽ ഗുണിക്കുക 4:9. A:A നോക്കാം. A:A is equal to 4:9. A:A, x എന്താ? x സ്ക്വയർ. 6 സ്ക്വയർ. K സ്ക്വയർ. A സ്ക്വയർ. 4:9 is equal to 36. A is equal to സ്ക്വയർ അങ്ങോട്ട് ഒഴിവായപ്പോൾ A ആയി മാറിയില്ലേ? നമുക്കറിയാം ഇക്വേഷൻ്റെ ഒരു സൈഡിൽ നിന്നും സ്ക്വയർ അങ്ങോട്ട് പോയാൽ മറ്റേ ഭാഗത്ത് ആര് വരും? സ്ക്വയർ റൂട്ട് വരും. 36ൻ്റെ സ്ക്വയർ റൂട്ട്. സ്ക്വയർ അങ്ങോട്ട് പോയാൽ വർഗം ഒരു സൈഡിൽ നിന്നും പോയി കഴിഞ്ഞാൽ മറ്റേ ഭാഗത്ത് വർഗമൂലം വരും. വർഗമൂലം. ഓക്കെ, വർഗം പോയി കഴിഞ്ഞാൽ വർഗമൂലം വരും. സ്ക്വയർ പോയി കഴിഞ്ഞാൽ സ്ക്വയർ റൂട്ട് വരും. ദാറ്റ് മീൻസ് A is equal to 36 റൂട്ട് എത്ര? റൂട്ട് ഓഫ് 36. 6 × 6 36. സോ സ്ക്വയർ റൂട്ട് ഓഫ് 36 is 6 A സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ? എൻ്റെ വാല്യൂ കിട്ടി. എത്ര? 6 സെൻറ്റിമീറ്റർ സ്ക്വയർ. കഴിഞ്ഞില്ല. എന്താ കാണാൻ പറഞ്ഞത്? ട്രപ്പീസ്യത്തിൻ്റെ ഏരിയയാണ്, ലംബകത്തിൻ്റെ പരപ്പളവ്. എഴുതാം നമ്മൾ. ലംബകത്തിൻ്റെ പരപ്പളവ് സമം ഏരിയ ഓഫ് ദ ഗിവൺ ട്രപ്പീസിയം ഈസ്. ഈ ഏക്ക് പകരം എത്ര നമ്മൾ കൊടുക്കുക? എത്ര നമുക്ക് കിട്ടിയ? 6 കിട്ടിയിട്ടുണ്ടില്ലേ? ഈ ഏക്ക് പകരം 6 കിട്ടിയിട്ടുണ്ടില്ലേ? 4 കൊണ്ട് കൂട്ടിയാൽ പോരെ? 6 പ്ലസ് 4 പ്ലസ് 6 പ്ലസ് 9 നേടാനറിയില്ല. 6 + 4 is 10. 10 + 6 is 16. 16 + 9 is equal to 25. 6 × 4 10 6 16 9 25 സെൻറ്റിമീറ്റർ സ്ക്വയർ. ദാറ്റ് മീൻസ് ഏരിയ ഓഫ് ഗിവൺ ട്രപ്പീസിയം ഈസ് 25 സെൻറ്റിമീറ്റർ സ്ക്വയർ. അല്ലെങ്കിൽ തന്നിരിക്കുന്ന ലംബകത്തിൻ്റെ പരപ്പളവ് എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്റർ സ്ക്വയർ. സിമ്പിളല്ലേ? കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളാണ്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക് ട്രയാങ്കിൾ ഡിവിഷൻ അല്ലെങ്കിൽ ത്രികോണ ഭാഗം. ഒരു ത്രികോണത്തിൻ്റെ ഒരു മൂലയിൽ നിന്നും എതിർഭാഗത്തേക്ക് ലൈൻ വരച്ചാൽ ആ ലൈനിൻ്റെ പാദത്തിന് അല്ലെങ്കിൽ എതിർഭാഗത്തെ കട്ട് ചെയ്യുന്ന മുറിക്കുന്ന അംശബന്ധം തന്നെയായിരിക്കും അതിൻ്റെ പരപ്പളവുകളുടെ അംശബന്ധവും. അല്ലെങ്കിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഒരു ലൈൻ വരച്ചാൽ ആ ലൈന് ആ ഓപ്പോസിറ്റ് സൈഡിനെ കട്ട് ചെയ്യുന്ന റേഷ്യോ എന്താണോ അത് തന്നെയായിരിക്കും അതിൻ്റെ ഏരിയയെ കട്ട് ചെയ്യുന്ന റേഷ്യോയും എന്ന കൺസെപ്റ്റ് അറിയാമെങ്കിൽ ചെയ്യാവുന്ന കുറച്ച് പ്രോബ്ലംസാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ കൂടെ ഉണ്ടാവും. ശരിക്ക് വായിച്ച് മനസ്സിലാക്കിയിട്ട് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.